ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചാണ്. അദ്ദേഹം ഓരോ പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസിന്റെ മെമ്മറീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വായിച്ച ഒരിതാണ്. അപ്പം അതിൽ ഒന്ന് ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ് ഇതുമായിട്ട് സംബന്ധിച്ചത്. പിന്നെ ഇതിനകത്ത് ആ ബുക്കിനകത്തും എഴുതിയിട്ടുണ്ട്. ഇപ്പം രണ്ടും കൂടെ ചേർത്ത് പറയും. ഒന്ന് ഹൃദയാനന്ദദാസ്, അത് ബുക്കിലുള്ളതാണ്. പിന്നെ ലെക്ചറിൽ കേട്ടാണ് ഭവാനന്ദ പ്രഭുവിൻ്റെ ഒരു റിയലൈസേഷൻ. അപ്പം രണ്ടും കൂടെ ചേർത്ത് ഒരേ ടോപ്പിക് ആയതുകൊണ്ട് അങ്ങനെ നോക്കി. ഇപ്പം ഹൃദയാനന്ദദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ആധ്യാത്മിക ഗുരുവാണ് ഇപ്പോഴത്തെ ഇസ്കോണിൽ. അപ്പം അദ്ദേഹത്തിന് ദീക്ഷ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഹൃദയാനന്ദദാസ് എന്നായിരുന്നു. അപ്പം ആദ്യകാലത്ത് ശ്രീല പ്രഭുപാദ് ദൂര സ്ഥലങ്ങളിൽ പോകുമ്പം ലെറ്റർ വഴി ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെയാണ് യജ്ഞമൊക്കെ നടത്തുന്നത്, മാലയെ അയച്ചു തരും. അപ്പം അങ്ങനെയാണ് ഹൃദയാനന്ദദാസിന് അദ്ദേഹത്തിന് പേര് ഹൃദയാനന്ദദാസ് എന്നുള്ള പേര് കിട്ടി. അപ്പോൾ പേര് കിട്ടിയ ഉടനെ അദ്ദേഹം അത് നോക്കിയപ്പം ഹൃദയാനന്ദദാസ് HRIDA എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം വിചാരിച്ചു അങ്ങനെ അത് ശരിയാവാൻ സാധ്യതയില്ല, അതൊരു കറക്റ്റ് പേരല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിചാരിച്ചു ഹരി ദയാനന്ദദാസ് എന്നാക്കി. ഹൃദയാനന്ദ എന്ന് മാറ്റിയിട്ട് ഹരി ദയാനന്ദ, അതാണ് കറക്റ്റ് ഒരു വൈഷ്ണവ. ഹരിയുടെ ദയ അതിൽ ആനന്ദിക്കുന്നയാൾ, ഭഗവാന്റെ ദയയിൽ ആനന്ദിക്കുന്നയാൾ എന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹം തൻ്റെ പേരെല്ലായിടത്തും ഹരിദയാനന്ദദാസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും വിചാരിച്ചു അത് കറക്റ്റ് പേരാണ്, നല്ല പേരാണെന്നൊക്കെ എല്ലാവരും പറയുകയും ചെയ്തു. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് സംശയം തോന്നി, ഇനിയിപ്പം ആ അക്ഷരം കറക്റ്റ് ഹൃദയാനന്ദ തന്നെയാണോ, ഇനി അത് അക്ഷരം വിട്ടുപോയതാണോ എന്നൊരു സംശയം. അദ്ദേഹം വിചാരിച്ച് വിട്ടുപോയെന്നാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ഹൃദയാനന്ദ ആണോ എന്ന് സംശയം. അങ്ങനെ പ്രഭുപാദിന് അദ്ദേഹം ലെറ്റർ എഴുതി. പ്രഭുപാദിന് ലെറ്റർ എഴുതിയപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു ഹരിദയാനന്ദയല്ല ഹൃദയാനന്ദയാണ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. താൻ ആ സമയത്ത് ഈ പ്രസ്ഥാനത്തിലൊന്നുമല്ല, എന്നാലും പ്രഭുപാദ് തന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തോന്നി. ഹരിദയാനന്ദ പോലെ തന്നെ ഹൃദയത്തിൽ ആനന്ദം കണ്ടെത്തുന്നവൻ എന്നാണ്, അതായത് ഭഗവാനിൽ ആനന്ദം കണ്ടെത്തുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അതും യഥാർത്ഥ പേര് തന്നെയാണ്. അതേപോലെ ഭവാനന്ദദാസ് എന്ന് പറഞ്ഞ ഭവാനന്ദ പ്രഭുവിന് പേര് കിട്ടിയപ്പോഴത്തേന് അദ്ദേഹം വിചാരിച്ചു ഭാവ ആനന്ദദാസ് എന്നാണെന്ന്. ഭാവം എന്ന് വെച്ചാൽ രുചി അല്ലെങ്കിൽ രസം, നമ്മളെ റിലേഷൻഷിപ്പ്, അതിൽ ആനന്ദിക്കുന്നവൻ എന്നാണ്. പിന്നെ പ്രഭുപാദിനോട് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പ്രഭുപാദിനോട് ചോദിച്ചപ്പം പ്രഭുപാദ് പറഞ്ഞു ഭാവാനന്ദദാസ് അല്ല ഭവാനന്ദദാസ് എന്നാണ്. ഭവ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകമാണ്, ഭൗതിക ലോകത്തിനെ ആസ്വദിക്കുന്നവൻ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അതെന്താ എൻ്റെ പേര് അങ്ങനെ ആയത്, ഭൗതിക ലോകത്തെ സാധാരണ ആരും ആസ്വദിക്കാറില്ലല്ലോ എന്ന് വെച്ചു. അപ്പം ശ്രീല പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്തു, ഭവ ആനന്ദ വെച്ചാൽ ഭൗതിക ലോകത്തെ ആസ്വദിക്കുന്നതാണ്. പക്ഷെ എങ്ങനെ ആസ്വദിക്കുക? ബൈ പ്രീച്ചിങ്, പ്രചരണം ചെയ്തുകൊണ്ട് ഭൗതിക ലോകത്തെ ആസ്വദിക്കുക. അങ്ങനെയാണ് ഭൗതിക ലോകത്തെ ആസ്വദിക്കേണ്ടത് എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ ഇതില് ഹൃദയാനന്ദ പ്രഭു പറയുന്നു, നമ്മുടെ തന്നെ ചെറിയ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നിർദ്ദേശങ്ങളെ ഊഹാപോഹത്തിൽ എടുക്കും. ഇത് അങ്ങനെയായിരിക്കും എന്ന് നമ്മൾ തന്നെ ഊഹിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ നിർദ്ദേശം എന്താണെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ചോദിക്കുക. അങ്ങനെ പ്രഭുപാദ് ഈ 2 വാക്കുകളുടെയും ഇതാണ് കറക്റ്റ് എന്നുള്ളത്. പ്രഭുപാദ് വെറുതെ എന്തെങ്കിലും തെറ്റായിട്ടിടുന്നതല്ല, അതിന് അദ്ദേഹത്തിന് ആഴത്തിലുള്ള ഒരു മീനിങ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, അതുകൊണ്ട് നമ്മൾ ഊഹിക്കും. അപ്പൊ അങ്ങനെ ഊഹിക്കാൻ പാടില്ല എന്ന് ഹൃദയാനന്ദ പ്രഭു പറയുകയാണ്. നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഒരു ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനുണ്ട്. അപ്പൊ അദ്ദേഹം ശ്രീല പ്രഭുപാദ് ഈ ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം 1997
1991 മുതൽ അദ്ദേഹം മറ്റ് മുതിർന്ന ശിഷ്യന്മാരുടെയും എല്ലാ ശിഷ്യന്മാരുടെയും അവരുടെ പ്രഭുപാദിനെ കുറിച്ചുള്ള മെമ്മറീസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സർവീസാണ് അദ്ദേഹം ചെയ്തത്. അതെല്ലാം വീഡിയോ റെക്കോർഡാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം അതിനുശേഷം ആ ഓരോ മെമ്മറീസ് പ്രഭുപാദിനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ ഒരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അതിൽ ഒരു ആത്മതത്വദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി എഴുതിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലുള്ളൊരു ഡിവോട്ടിയാണ്. ലോക്നാഥ് മഹാരാജിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു ഡിവോട്ടിയാണ്. അദ്ദേഹം ആക്ച്വലി ഒരു സന്യാസം ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്, മായാവാദ സന്യാസമൊക്കെ എടുത്തതിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി ആത്മാനന്ദ എന്നാണ്. അദ്ദേഹമാണ് ലോക്നാഥ് മഹാരാജിനെ സെർവ് ചെയ്യാനായിട്ട് വന്നത്, പ്രഭുപാദിന്റെ മിഷൻ. അപ്പം ലോക്നാഥ് മഹാരാജ് അദ്ദേഹത്തിനോട് ദീക്ഷ എടുക്കാനായിട്ട് പറയുമായിരുന്നു. അപ്പം എപ്പോഴും പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പം തയ്യാറല്ല എന്നാണ്. പ്രഭുപാദിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അദ്ദേഹം ആ ദീക്ഷയ്ക്ക് തയ്യാറല്ലായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രഭുപാദ് അവിടെ വന്നു. അവർ ഉള്ള സ്ഥലത്ത് വന്നപ്പം ഒരു ദിവസം ഇദ്ദേഹം സ്വാമി ആത്മാനന്ദ നോക്കിയപ്പം ശ്രീല പ്രഭുപാദ് ഗുരുചരണ പത്മ എന്ന് പറഞ്ഞ സോങ് പാടുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വാമി ആത്മാനന്ദ ലോക്നാഥ് മഹാരാജിനോട് ചോദിച്ചു, ഇത് യഥാർത്ഥത്തിൽ പ്രഭുപാദിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പാട്ട്, അതായത് ഈ പ്രസ്ഥാനത്തിൽ പ്രഭുപാദിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ലേ നമ്മൾ ഗുരുചരണ പത്മ എന്നുള്ളത് പാടുന്നു. അപ്പം അദ്ദേഹം എന്തിനാ അത് പാടുന്നതെന്ന് ചോദിച്ചു. പ്രഭുപാദ് എന്തിനാ ആ പാട്ട് പാടുന്നതെന്ന് ചോദിച്ചു. പിന്നെ ലോക്നാഥ് മഹാരാജ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിന് വേണ്ടിയാണ് പാടുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഈ സ്വാമി ആത്മാനന്ദ വന്നിട്ട് ലോക്നാഥ് മഹാരാജിനോട് പറഞ്ഞു എൻ്റെ പേരും കൂടെ ദീക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ലോക്നാഥ് മഹാരാജ് ചോദിച്ചു, നിങ്ങൾ ഇത്രയും നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നല്ലേ പറയാറ്, എന്താ ഇപ്പം പെട്ടെന്ന് ദീക്ഷ എടുക്കണമെന്ന് തോന്നിയ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളെല്ലാ ഗ്ലോറിഫിക്കേഷനും ശ്രീല പ്രഭുപാദിന് കൊടുക്കുന്നുണ്ട്. പ്രഭുപാദിന് എല്ലാ മഹത്വങ്ങളും നമ്മൾ പറയുന്നുണ്ട്, എല്ലാം പ്രഭുപാദ് കാരണമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ശ്രീല പ്രഭുപാദ് ആ മഹത്വങ്ങളെല്ലാം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവിനാണ് സമർപ്പിക്കുന്നത്. ഗുരുചരണ പത്മ എന്നുള്ള ആ പാട്ട് കേട്ടപ്പം എന്ത് ആത്മാർത്ഥതയോടുകൂടിയാണ് ശ്രീല പ്രഭുപാദ് അത് പാടുന്നതെന്ന് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു പരമ്പരയിലെ ആകുവാണ് ദീക്ഷ എടുക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് ദീക്ഷയിൽ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം അതിന് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം അദ്ദേഹം പറയുന്നത്, ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേന്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സാക്ഷാത്കാരം മാത്രമല്ല, അതൊരു ഭാഗം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മേന്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരമ്പരയോടുള്ള വിധേയത്വമാണ്. അപ്പം അദ്ദേഹം ഗുരു തനിക്ക് കിട്ടിയ എല്ലാം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവിലേക്ക് മാറ്റുവാണ്. താനൊന്നും കയ്യിൽ ക്രെഡിറ്റ് ആയിട്ട് വയ്ക്കുന്നില്ല, തൻ്റെ എല്ലാം തിരിച്ചും. അപ്പം അതൊരു പരമ്പരയിലെ ഭാഗമായതുകൊണ്ടാണ് ഗുരുവിന്റെ മഹത്വം വരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളൊരു സാക്ഷാത്കാരം ഉണ്ടാകും. അപ്പം സ്വാമി ആത്മാനന്ദ ആദ്യം വിചാരിച്ച് പ്രഭുപാദിന് എല്ലാം ഗ്ലോറീസ് പറയുന്നുണ്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവുകൾ അതൊക്കെ നോക്കിയാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ പ്രഭുപാദ് ആ ഗ്ലോറീസ് എല്ലാം തിരിച്ച പരമ്പരയിലേക്ക് കൊടുക്കുന്ന കണ്ടപ്പം അദ്ദേഹം മനസ്സിലായതൊരു നിർവ്യാജ്യമായ പരമ്പര തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം അതിനകത്ത് സറണ്ടർ ചെയ്തത്. അപ്പം ദീക്ഷയ്ക്ക് ചെന്നപ്പോഴും പ്രഭുപാദ് ചോദിച്ചു, ഇത് എല്ലാവരും ഭക്ത അല്ലേ, ഇതെന്താ സ്വാമി എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന് ആത്മതത്വദാസ് എന്നുള്ള പേര് കൊടുത്തു. वांछा कल्पतरुप कृपा सिंधु पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। आनंद कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय।